വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒസാഡ് എന്ന സന്നദ്ധ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നൽകിയ വാട്ടർ പ്യൂരിഫയറിന്റെ ഉദ്ഘാടന കർമ്മം നടന്നു. ഇതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ആവശ്യമായ കൗൺസിലിംഗും ആരോഗ്യ പരിശോധനയും സംഘടിപ്പിച്ചു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിറ്റഴിക്കുന്നതിനും സഹായിക്കുന്നു. ഉന്നത നിലവാരമുള്ള AC ആൻഡ് നോൺ AC വെയർഹൌസ് സൗകര്യങ്ങൾ, ഫയർ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പൂർണ്ണ സുരക്ഷാ സംവിധാനങ്ങൾ, സംഭരിച്ചിരിക്കുന്ന വിളകളുടെ മാർക്കറ്റ് വിലയുടെ 60% വരെ വായ്പ സൗകര്യവും ലഭ്യമാണ്. പവിത്ര അഗ്രോ വെയർഹൌസ്, പവിത്ര ബിൽഡിംഗ്. തോട്ടം മേഖലയുടെ വിദൂര സ്ഥലങ്ങളിൽ നിന്നും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പഠനം നടത്താൻ എത്തുന്ന കുട്ടികൾ കുടിവെള്ളം വീടുകളിൽ നിന്നും കൊണ്ടുവരുന്നില്ല എന്ന പഠനത്തിലൂടെ മനസ്സിലാക്കിയ ഒസാഡ് എന്ന സന്നദ്ധ സംഘടന 35,000 രൂപയോളം മുടക്കിയാണ് വാട്ടർ പ്യൂരിഫയറും ടാങ്കും വാങ്ങിച്ചു നൽകിയത്. ഒട്ടനവധിയായ പ്രവർത്തനങ്ങളാണ് പീരുമേട് ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലായി സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി നടന്ന വാട്ടർ പ്യൂരിഫൈ കുടിവെള്ള വിതരണത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ MPTA പ്രസിഡന്റ് സുസി അധ്യക്ഷയായിരുന്നു. അധ്യാപിക ശ്രീജ സ്വാഗതം ആശംസിക്കുകയും ഹൈസ്കൂൾ HM K മുരുകേശൻ പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. 1998 ഈ സംഘടന രൂപം കൊള്ളുന്നത്. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ജോസ് ആന്റണി അച്ഛനാണ്. അദ്ദേഹമാണ് ഇതിന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ ഈ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ചെയ്യുന്നത് നമുക്ക് കട്ടപ്പന സബ് ജില്ലയിലും അതുപോലെ തന്നെ പീരുമേട് അഴുത ബ്ലോക്കിന് കീഴിലുള്ള സബ് ജില്ലയുമാണ്. കട്ടപ്പനയിൽ 10 സ്കൂളുകളും നമ്മുടെ ഈ മേഖലയിൽ 10 സ്കൂളുകളാണ്. യോഗത്തിൽ സീനിയർ അധ്യാപിക ഡെയ്സി റാണി, PTA അംഗങ്ങൾ, ഒസാഡ് കോർഡിനേറ്റർ ജോസ്, ബിബിൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് നടന്ന യോഗത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുകയും പെൺകുട്ടികൾക്ക് മാത്രമായ കൗൺസിലിംഗ് ഏർപ്പെടുത്തുകയും കൂടാതെ ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ പരിശോധന ഏർപ്പെടുത്തുകയും ചെയ്തു. കൗൺസിലർ അന്ന, ഡോക്ടർ ആശ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടന്നത്. നിരവധിയായ കുട്ടികളാണ് പരിപാടിയിൽ പങ്കാളികളായതും. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.